വാ 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 വാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്കങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കോളിയെ തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാധികയോട് പാല് കൊണ്ടുവരാൻ പറയൂ. ചമ്മലുണ്ടായിരുന്നോ? ജേട്ടാ, ഇതെവിടെ പോണു? അല്ല, ഞാൻ ഈ പാല് അല്ലല്ല ബാത്റൂം പോവാ. അതിന് അടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്ന് എന്തോ ഓർത്ത് നടന്നപ്പോ. അവിടെ പോയി ഇരുന്നോളൂ, ഞാനങ്ങ് വന്നേക്കാം. ഏയ് ഒന്നുമില്ല. കോപ്പ് നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ ഒരു ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ചിന്. നിനക്കിത് എന്തു പറ്റിയടാ മോനെ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയിലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ ഈശ്വര. എനിക്ക് ഒരു ആപത്തും വരില്ല, ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. ഗീത വന്നില്ലായിരുന്നു? വന്നല്ലോ. ഇതോ ഞാൻ കണ്ടേ ഇല്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. സന്തോഷം. ഇതെന്താ ഇത്? രാജകുമാരി സോചാ ലാനനാരി തനനീ നാനീ. ഹരിനാരായണ, പാല്. മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാല് ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല. ഉണ്ട് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ എന്താ പറയണ്ടേ? കൊണ്ടോ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യചുംബനം. അതവൾക്ക്, രാധികയ്ക്ക്. ഹലോ 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 ഹലോ, ഡോക്ടർ റസിയുടെ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി. മോശം. ഇനി റസിയാടെ ചങ്ങാതിമാരാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങളാ ഫോൺ എടുക്ക്. ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കിൽ അഡ്രസ് പറഞ്ഞോളി. ഓളുടെ കല്യാണക്കുറി എഴുതുക, ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ പിന്നെ അയക്കാം, ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ. എന്താ കാര്യം? ആവോ, ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. റസിയ, അനക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറിച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ ഭ്രാന്തളകി. അതെ, അവൻ ഭ്രാന്തനാ, മുഴുഭ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ.
കല്യാണത്തിന് മുമ്പൊന്ന് സൊള്ളുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരീ ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവള അവള് തെങ്ങാനും അറിഞ്ഞ അപ്പൊ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാൾ ആ മുറിയിൽ നിന്ന് മാറ്റ്. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഓ, താടിക്ക് മാത്രമുള്ള 100 കിലോ. ആര്? രാധികേ, ഫസ്റ്റ് നൈറ്റിന് ടൈം ആയിട്ടില്ല. നീ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്. പോയി കുളിച്ചിട്ട് വാ. ചെല്ല. ഞാനിപ്പോ കുളിച്ചേ ഉള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ. നിന്നെ തന്നെയാ. ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ല്. താങ്ക് യു. ജയേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാൻ പഠിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെൽ ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകഥ ഉണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കില്ല. ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജേട്ടനെന്തൊരു ശബ്ദം ഉണ്ടാക്കണേ? കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ ജേട്ടൻ കൂർക്കം വലിക്കോ? വലിച്ചു പോകും. രാധികേ, രാധികേ, രാധികേ. എന്താ ജേട്ടൻ എന്താ പറ്റിയ? മിമിക്രി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ജേട്ടാ, ജേട്ടാ, അയ്യോ എന്താ ജേട്ടാ? എന്താ വെള്ളം വേണോ? എന്താ ചേട്ടാ വെള്ളം വേണോന്ന്? തെണ്ടി ശരിയാക്കി തരടാ.
നിന്നെ നിന്നെ ഞാൻ ശരിയാക്കി തരടാ കൂടെ മാറാം. ചേട്ടാ ചേട്ടാ വാതിൽ തുറക്ക്. രാധികച്ചി, മോളെ ചേട്ടാ വാതിൽ തുറക്ക്. മോളെ രാധികേ, അയ്യോ എന്ത് പറ്റി മോളെ? മോളെ മോളെ? രാധികേ, ഒന്നുമില്ല, രാധികേ. പേടിക്കണ്ട അയ്യോ, പേടിക്കണ്ട, രാധികേ. ആരും കരയണ്ട, ഒന്നുമില്ല. മോളെ രാധികേ, രാധികേ, മോളെ കണ്ണു തുറക്ക്. മോളെ ഏയ്, എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? അത് അച്യുതാ വണ്ടി എടുക്ക. എന്തോ ഒച്ച കേട്ടത്? എന്തു പറ്റി ചേട്ടാ? പൊന്നപ്പാ, കട്ടിലിന്റെ ഇടയിൽ ഒരു പീസ് കിടപ്പുണ്ട്. അതിനെത്രയും പെട്ടെന്ന് മുറിയിലെടുത്ത് മാറ്റിയല്ലേ. അല്ല ഈ ബാബ